നിസ്കാരത്തിന് വിട്ടുവീഴ്ചൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചല്ലേ. നിങ്ങൾ നോക്ക്, 2 മണിക്ക് വിമാനത്തിലൊക്കെ പറന്ന് 2 മണിക്ക് കാറ് മാർഗം നടന്നു വന്നോന്നല്ല, വീട്ടിലെത്തിയ മോനാ 2 മണി 2:30 ഭക്ഷണം കഴിച്ച് കിടന്ന. സുബൈക്ക് വാപ്പ എണീറ്റു, ഉമ്മ എണീറ്റു, നിസ്കരിക്കാൻ വേണ്ടി എണീറ്റത്. 2-ൽ ഒരാളെ ഭാഗത്തുനിന്ന് അല്ല മോനെ വിളിക്കണ്ടേ. അവൻ 2 മണിക്കല്ലേ ഒന്ന് കിടന്ന്, കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. ആ, എന്ത് കണ്ടിട്ടാണ് ഈ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത്? പെട്ടിന്റെ കനം കണ്ടിട്ടോ? എന്ത് കണ്ടിട്ടാണ് ഈ ചക്രവാക്ക് പറയുന്നത്? ആ പെട്ടിയിൽ നിങ്ങൾക്ക് ദുനിയാവിൽ ഇഷ്ടം പോലെ കാലം ജീവിക്കാനുള്ള ഒക്കെ നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ടാ. ബാപ്പ പള്ളിയിൽ പോയി സുബഹി നിസ്കാരം കഴിഞ്ഞ് വന്നു, അല്ല മോനെ വിളിക്കണ്ടേ, നിങ്ങൾ എന്തിനാണ് ഈ ഇടങ്ങേറാക്കണത്, കുറച്ചേരം കൂടി ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് കള്ളായിക്കോട്ടെ, പ്രശ്നമില്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സംഗതി അല്ല അത്. അതിൽ ഗൾഫും കണക്കാണ്, പ്രവാസിയും കണക്കാണ്, സ്വദേശിയും കണക്കാണ്, അധ്വാനിക്കുന്നവനും കണക്കാണ്, വെറുതെ നടക്കുന്നവനൊക്കെ കണക്കാണ്, ആലിമും കണക്കാ, ജാഹിലും കണക്കാ, എല്ലാവരും കണക്കാ. എല്ലാരും ടൈം നോക്കി വിളിക്കണം, മുടക്കം വരുത്തരുത്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ ക്ഷമ പാലിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്. നിസ്കാരത്തിൽ നീ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഏത് ഘട്ടത്തിലും നിസ്കരിക്കണം. എത്ര പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണെങ്കിലും നിസ്കാരത്തിൽ ക്ഷമ പാലിക്കണം. എത്ര സുഖം വന്നാലും ശരി, എത്ര ക്ഷീണം വന്നാലും ശരി, ആവും പോലെ നീ നിസ്കരിക്കണം. അതിൽ കുറവുണ്ടാകരുത്, ബുദ്ധിമുട്ടൊന്നും കാണിക്കരുത്. നിസ്കാരത്തിൽ നീ ക്ഷമ പാലിക്കണം. അള്ളാഹുവിനുള്ള വലിയൊരു ശുക്രാണത്.